രാധേ, നീ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം എന്ന പാഠം പഠിച്ചു തുടങ്ങിയോ? എനിക്ക് തോന്നുന്നു ഇതൊരു കഥ പോലെ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഉണ്ട് രാജു. സാമൂഹിക വ്യവസ്ഥ, സോഷ്യൽ സിസ്റ്റം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് ആശയക്കുഴപ്പം വരുന്നു. എന്താണീ സാമൂഹിക വ്യവസ്ഥ? നമ്മുടെ ശരീരം പോലെ തന്നെയാണ് സമൂഹവും എന്ന് വിചാരിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിൽ രക്തചംക്രമണ വ്യവസ്ഥ, ശ്വസന വ്യവസ്ഥ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുപോലെ സമൂഹത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓ, അപ്പോൾ നമ്മുടെ സ്കൂൾ, സർക്കാർ, കുടുംബം, ബാങ്ക്, ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയെല്ലാം സമൂഹത്തിന്റെ ഭാഗമാണല്ലേ? അതെ, സമൂഹത്തെ ഒരു ജീവനുള്ള ശരീരത്തോട്, സോഷ്യൽ ഓർഗാനിസം, താരതമ്യം ചെയ്ത ഒരു സാമൂഹ്യശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹമാണ് ഹെർബർട്ട് സ്പെൻസർ. സമൂഹത്തിന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ഈ ഘടകങ്ങൾ പരസ്പരം സഹായിച്ച് പ്രവർത്തിക്കണം. മനസ്സിലായി. ഇനി നമ്മുടെ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളുടെ നാടാണല്ലോ. ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ കേന്ദ്ര സവിശേഷത ജാതിവ്യവസ്ഥയാണെന്ന് GS ഘുരിയ പറയുന്നു. വൈവിധ്യവും തുടർച്ചയുമുള്ള ഒരു സവിശേഷ സമ്മിശ്രണമാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ. ഇന്ത്യൻ സാമൂഹിക ജീവിതത്തിലെ പ്രധാന സ്ഥാപനമാണ് ജാതി. ഇത് ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഒന്നാണ്. ഒരാൾക്ക് മറ്റൊരു ജാതിയിലേക്ക് മാറാൻ സാധിക്കില്ല. ജാതി വ്യവസ്ഥയുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായും 5 പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്. സാമൂഹിക ശ്രേണീകരണം, സോഷ്യൽ ഹയറാർക്കി. ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ പല തട്ടുകളായി തിരിച്ചു. ഏറ്റവും ഉയർന്ന തട്ടിലുണ്ടായിരുന്നവർക്ക് ഉയർന്ന പദവിയും ഏറ്റവും താഴെയുള്ളവർക്ക് അവകാശങ്ങളില്ലാത്ത അവസ്ഥയുമുണ്ടായിരുന്നു. തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ. ഓരോ ജാതിക്കും കുലത്തൊഴിലുകൾ നിശ്ചയിച്ചിരുന്നു. ഒരാൾക്ക് സ്വന്തം കുലത്തൊഴിലല്ലാതെ മറ്റൊരു തൊഴിൽ തിരഞ്ഞെടുക്കാൻ അനുവാദമില്ലായിരുന്നു. സാമൂഹിക നിയന്ത്രണം, സോഷ്യൽ കൺട്രോൾ. ശുദ്ധി അശുദ്ധി എന്ന ധാരണയാണ് ഇതിനടിസ്ഥാനം. ഇതിന്റെ ഭാഗമായാണ് തൊട്ടുകൂടായ്മ അഥവാ അൺടച്ചബിലിറ്റി പോലുള്ള സാമൂഹിക അകലം പാലിക്കൽ നിലനിന്നിരുന്നത്. വിവാഹത്തിലെ നിയന്ത്രണങ്ങൾ. സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. സ്വഗണ വിവാഹം അഥവാ എൻഡോഗാമി. അസമത്വവും അരികുവൽക്കരണവും, ഇന്നിക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. താഴ്ന്ന ജാതിയായി കണക്കാക്കപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം, ഭൂമി എന്നിവർ നിഷേധിക്കപ്പെട്ടു. ഇതെല്ലാം വളരെ മോശമായ അവസ്ഥയായിരുന്നല്ലോ. അതെ, അതുകൊണ്ടാണ് കല്ലുമാല സമരം, ചാന്നാർ ലഹള പോലുള്ള പോരാട്ടങ്ങൾ കേരളത്തിലുണ്ടായത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുകയും തൊട്ടുകൂടായ്മ നിരോധിക്കുകയും ചെയ്യുന്നു. ജാതി കഴിഞ്ഞാൽ പിന്നെ മതത്തെക്കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത്, അല്ലേ? അതെ, നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. ഭരണകൂടം ഒരു മതത്തിനും പ്രത്യേക പരിഗണന നൽകുന്നില്ല. മാത്രമല്ല, മതം, ജാതി എന്നിവയുടെ പേരിൽ വിവേചനം പാടില്ലെന്ന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 പറയുന്നു. സമൂഹത്തിൽ മതത്തിന്റെ പങ്കെന്താണ്? മതങ്ങൾക്ക് 3 പ്രധാന പങ്കുകളുണ്ട്. സാമൂഹിക നിയന്ത്രണം. മതങ്ങൾ സത്യസന്ധത, സ്നേഹം, നീതിബോധം തുടങ്ങിയ മാനവിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇത് വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയും സമൂഹത്തിൽ സഹവർത്തിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. സാംസ്കാരിക വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുന്നു. മതസ്ഥാപനങ്ങളിലെ ചിത്രകലകളും കൊത്തുപണികളും കലകളും സാഹിത്യവുമെല്ലാം നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നു. സാമൂഹിക മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. ചില മതപ്രസ്ഥാനങ്ങൾ ജാതി വിവേചനത്തെ ചോദ്യം ചെയ്യുകയും സാമൂഹിക മാറ്റത്തിന് വഴിതെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് നേതൃത്വം നൽകിയ ബ്രഹ്മസമാജം ഇതിന് ഉദാഹരണമാണ്. രാജു, അടുത്തതായി ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളും ഒട്ടേനേകം ഭാഷാഭേദങ്ങളുമുണ്ട്. ഭാഷയ്ക്ക് എന്താണ് സാമൂഹിക വ്യവസ്ഥയിൽ ഇത്ര പ്രാധാന്യം? ഭാഷ വെറും ആശയവിനിമയത്തിനുള്ള മാർഗം മാത്രമല്ല, അത് നമ്മുടെ സ്വത്വിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമാണ്. സാംസ്കാരിക പാരമ്പര്യത്തെ നിലനിർത്തുന്നു. വടക്കൻ പാട്ടുകൾ പോലുള്ള വാമൊഴി പാട്ടുകളിലൂടെ പാരമ്പര്യ മൂല്യങ്ങളും ചരിത്ര സംഭവങ്ങളും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്വത്വബോധം നൽകുന്നു. മലയാളം സംസാരിക്കുന്നവർ മലയാളികളെന്നറിയപ്പെടുന്നതുപോലെ നമ്മുടെ ഭാഷ നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഹവർത്തിത്വം വളർത്തുന്നു. മറ്റു ഭാഷകളിലെ സാഹിത്യകൃതികൾ വായിക്കുമ്പോൾ നമുക്ക് ആ ജനതയുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാനും അവരെ ബഹുമാനിക്കാനും സഹവർത്തിത്വം വളർത്താനും സാധിക്കുന്നു. അവസാനമായി ഗോത്രസമൂഹത്തെക്കുറിച്ചാണ് പാഠത്തിൽ പറയുന്നത്, അല്ലേ? അതെ, ഗോത്രസമൂഹങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോത്രജനതയുള്ള രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. മിസോറാം, നാഗാലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗോത്രജനതയാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലായി രാജു, നന്ദി. സാരമില്ല രാജു, പാഠം പഠിക്കാൻ ഈ ചർച്ച ഉപകാരപ്രദമാവട്ടെ.